ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തമിഴിൽ കണ്ട പോലെ തന്നെ കുറുക്കഞ്ചേരി പൂയം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ, അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ പോകുന്നത് ഈ പൂയം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വീട് അവിടെ അടുത്താണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ജോലിക്കാരാണ്. അപ്പോൾ ജോലി കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഏതാണ്ട് ഒരു 10 മണിയായിട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കാവടികൾ ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന സമയമാണ് കേട്ടോ. പക്ഷേ വഴിയിൽ ഫുള്ള് കാവടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ധ്രുവക്കുട്ടിക്ക് ഇത് കാണാൻ പറ്റി കേട്ടോ. സ്ലോയിലാണ് വണ്ടി പോയത്, കാരണം എല്ലാം കണ്ട് ആസ്വദിച്ച് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ അവരുടെ വീട് വരുന്ന നെടുപുഴയാണ്. നെടുപുഴ പോലീസ് സ്റ്റേഷൻ അടുത്താണ്. അപ്പോൾ നമുക്ക് അവിടെ വരെ എത്തണമായിരുന്നു. വളരെ പതുക്കെയാണ്, കുറേ സമയം എടുത്തിട്ടാണ് വണ്ടി അങ്ങോട്ട് ഒന്ന് കടന്ന് കിട്ടിയത്. പക്ഷേ അതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റി. അപ്പോൾ ധ്രുവക്കുട്ടീനെ കണ്ടുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ അവളെന്നെ ശ്രദ്ധിക്കായിരുന്നു കേട്ടോ. അവളിങ്ങനെ നോക്കി ഒരെണ്ണം ചെയ്യല്ലേ. അപ്പോൾ അവളുടെ ക്യൂട്ട്നെസ് കണ്ടിട്ട് അവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ധ്രുവക്കുട്ടി തെയ്യം അങ്ങനെ എല്ലാം കണ്ടു കേട്ടോ. അവൾക്ക് സന്തോഷമായി, കാരണം അവളിത് ഈ പാട്ടിലൊക്കെ കണ്ടിട്ടുള്ള കാര്യം നേരിട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒരാൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഒരു വീടെത്തി നല്ല രീതിയിൽ ഫുഡൊക്കെ കടിച്ച് കഴിഞ്ഞിട്ട് ഒരു 1 മണിയൊക്കെ ആയിട്ടോ. അപ്പം നമ്മൾ ഇത് കാവടി കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അച്ഛനമ്മയൊന്നും വന്നില്ല, നമ്മൾ 3 പേര് മാത്രമാണ് പോയത്. അപ്പോൾ ചേട്ടനെ അവളെന്നെ കാണിപ്പിക്കണം നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, അമ്പലത്തിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും നല്ല ഫുൾ ഓൺ വൈബിലാണ്. കുറേ പേര് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ റോഡിലുള്ള തിരക്ക് ഇതിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഞങ്ങൾ ഈ വരുമ്പോൾ ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ആനേനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആനേനെ കാണിച്ചു കൊടുക്കാൻ അച്ഛൻ പോയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇത്തിരി പേടിച്ചെങ്കിലും പിന്നെ ആൾക്ക് സെറ്റായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എടുത്തു. അപ്പോൾ ആനേനെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ ധ്രുവക്കുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ ആനയുടെ ഒരു പാർട്സുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ജീവനില്ല എന്ന് മനസ്സിലായപ്പോഴുണ്ട് ആൾക്ക് ഇതൊരു പേടി കുറഞ്ഞത്. അല്ലെങ്കിൽ ആൾ അതിൻ്റെ അടുത്തേക്ക് പോകാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വട്ടം കറങ്ങിയിട്ട് പിന്നെയും നടന്നു തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ നടന്നു വരുമ്പോഴാണ് ശരിക്കുള്ള ആനകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സന്തോഷമാണ്. നമ്മൾ ആനേനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, ധ്രുവക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. പക്ഷെ ആനകളെ കണ്ടു. സത്യം പറഞ്ഞ ആനകളാണ് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഈ ആൾക്കാർ ചവിട്ടിക്കൊടുന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയായിരുന്നു, ആന വരികയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് കൂടെ ഓടണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ. അങ്ങനെ ആനകളൊക്കെ പോയിട്ട് അപ്പോൾ പന്തലുകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. 3 പന്തലുണ്ടായിരുന്നു. എല്ലാം നല്ല സൂപ്പറായിട്ട് എനിക്ക് വീഡിയോസിലും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ എടുക്കാനും പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ആദ്യം കണ്ട പന്തൽ ഇതാണ് കേട്ടോ. പിന്നെ ഇത് രണ്ടാമത് ഈ പന്തലാണ് കണ്ടത്. കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ധ്രുവക്കുട്ടി ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കാവടികളൊക്കെ റെസ്റ്റിംഗ് ടൈമിലായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ അമ്പലത്തേക്ക് കയറണേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെസ്റ്റിംഗ് ടൈമിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമുക്ക് ഓരോ കാവടിയിലും ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റി കേട്ടോ, അടുത്ത് കാണാൻ പറ്റി. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വെറൈറ്റി ആയിട്ടുണ്ട്. ഓരോന്നിനും വളരെ പ്രത്യേകമായിട്ട് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് തിരിയുമ്പോൾ ഇങ്ങനെ അറിയില്ല, പക്ഷെ നേരിട്ട് ഇങ്ങനെ അടിയിൽ കണ്ടപ്പോൾ എല്ലാം ഡിസൈൻസ് കാണാനായിട്ട് പറ്റി.
അങ്ങനെ ഞങ്ങൾ മെയിൻ സ്പോട്ടിലെത്തിയിട്ട് നമ്മുടെ അമ്പലത്തിന് മുന്നിലുള്ള പന്തലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ പോയപ്പോൾ നമ്മൾ കുറേ രൂപങ്ങൾ, അപ്പോൾ ഇതെന്താ രൂപം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായിരുന്നു. നമ്മൾ ബാക്ക് സൈഡാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതെന്താ സംഭവം ഞാൻ നേരിട്ടിട്ട് ഇങ്ങനെയൊന്നും കാണുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കൃഷ്ണനാണെന്ന് പിന്നെയും മനസ്സിലായത് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പം ഭയങ്കര തിരക്കാണ്. പിന്നെ സ്റ്റാർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നിക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര തിരക്ക് കാരണം പിന്നെ അവിടെ നിന്നില്ല, നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഈ തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഒരു ആംബുലൻസൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. വളരെ കഷ്ടപ്പാടാണ് കേട്ടോ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വണ്ടി പോകാന്നുള്ള കാര്യം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാലൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ കാവടികളൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ശരിക്കും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ, ക്യാമറയിലൂടെ ആയാലും നേരിട്ടായാലും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.